മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ജിയോ റെഫറൻസിങ് ചെയ്തു, പിന്നെ വെക്ടറൈസേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൈസേഷൻ ചെയ്തു, കോറോപ്ലത്ത് മാപ്പ് ഉണ്ടാക്കി. റൈറ്റ്, കോറോപ്ലത്ത് മാപ്പ് നമ്മൾ ഉണ്ടാക്കി. അത് ലേഔട്ട് ചെയ്തു. ലേഔട്ട് എത്ര പേര് ചെയ്തു ഞാൻ കണ്ടില്ല. കോറോപ്ലത്ത് മാപ്പ് ഉണ്ടാക്കിയത് വരെ എല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ട്. എത്ര പേര് ഇത് ചെയ്തു എന്നൊന്നും അറിയില്ല. അത് നിങ്ങൾക്ക് എക്സാം തോന്നുന്നു അല്ലെ? ഓക്കെ, അപ്പോ ലേഔട്ടിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജിയോ റെഫറൻസിങ്, സ്നാപ്പിംഗ്, ഡിജിറ്റൈസേഷൻ എല്ലാം വളരെ കൃത്യമായിട്ട് പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്, അപ്പോ ഇന്ന് എനിക്ക് നിങ്ങൾക്ക് ടീച്ച് ചെയ്യാനുള്ളത് ബഫറിംഗ്. റൈറ്റ്, ബഫർ സോൺ എന്നുള്ള വാക്കൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ ബഫറിങ്ങിനെ കുറിച്ചാണ്. അത് കണ്ടോ, നിങ്ങൾക്ക് ഈ പോളിഗണിന് ചുറ്റും ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടോ, പോളിഗണിന് ചുറ്റും നിങ്ങൾക്ക് ഒരു ഇത് കാണും. റൈറ്റ്, കാണുന്നുണ്ടോ? അതേപോലെ ഈ ലൈനിന് ചുറ്റും ഒരു ബഫർ സോൺ, ഒരു 10 മീറ്ററിന്റെ ബഫർ സോൺ ആണ് ഇത്. കണ്ടോ, റോഡ് ഞാനൊരു ജസ്റ്റ് ഒരു ഫീച്ചർ ക്രിയേറ്റ് ചെയ്തു, ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തു, പിന്നെ പോയിന്റിന് ചുറ്റും വേണ്ട. അപ്പൊ ഇങ്ങനെ ഓരോ ഫീച്ചറിന് ചുറ്റും ഓരോ ബഫർ സോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം സൈലന്റ് വാലി ബഫർ സോൺ, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ ബഫർ സോൺ? ഇത് ഈ പറയുന്ന നമ്മുടെ GIS വളരെ റിലവന്റ് ആണ്, ജിയോഗ്രഫിയിൽ വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ എല്ലാം കൃത്യമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ്, അപ്പൊ ഓരോ എക്സസൈസും ഫ്രീ ടൈമിലൊക്കെ കിട്ടുമ്പോൾ ചെയ്തു തീർക്കുക. ഇനി അടുത്തത്, ഇതില് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് വേണ്ട. ഈ ബഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രൊജക്ഷൻ, കോർഡിനേറ്റ് റെഫറൻസ് സിസ്റ്റം, CRS, അത് വേണ്ട. ഈ EPSG, യൂറോപ്യൻ പെട്രോളിയം സർവേ ഗ്രൂപ്പ് 32643, WGS 84, വേൾഡ് ജിയോഡറ്റിക് സിസ്റ്റം 1984, UTM, യൂണിവേഴ്സ് ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ സോൺ 43 നോർത്ത്. ഇതായിരിക്കണം, നിർബന്ധമായിട്ടും ഇതായിരിക്കണം. അതായത് പ്രൊജക്റ്റഡ്, നമുക്കറിയാം ഗ്ലോബ് എന്ന് പറയുന്നത് 3Dയും മാപ്പ് എന്ന് പറയുന്നത് 2Dയും ആണ്. 2Dയിൽ പ്രൊജക്ഷൻ വളരെ റിലവന്റ് ആണ്. പലരുടെയും മറ്റേ ജിയോ റെഫറൻസിങ് ഒക്കെ തെറ്റുന്നത് ഞാൻ കണ്ടു. അത് ഈ പ്രൊജക്ഷന്റെ പ്രശ്നമാണ്. നിങ്ങൾ ഈ പ്രൊജക്ഷൻ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാവും കേട്ടോ. അപ്പോ ഈ പറയുന്ന പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ഈ പ്രൊജക്ഷന് മാത്രമേ ബഫർ വർക്ക് ആവുള്ളൂ, അല്ലാതെ ഈ ബഫർ ഒരിക്കലും ക്ലിയർ ആവൂല കേട്ടോ. പ്രൊജക്ഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഈ ഫീച്ചർ കാണിച്ചു തരാം. റൈറ്റ്, അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഞാനിവിടെ ഓൾറെഡി ചെയ്തിട്ടുള്ള ബഫർ ഞാനതെല്ലാം റിമൂവ് ചെയ്യാണ്. റൈറ്റ്, ബഫർ റിമൂവ് ചെയ്യുക. അത് പോയി, ബഫർ റിമൂവ് ചെയ്യാണ്. ഓക്കെ, ബഫർ റിമൂവ് ചെയ്യാണ്. റൈറ്റ്, നമുക്ക് ആദ്യം മുതൽ തന്നെ നോക്കാം എങ്ങനെയാണ്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് പോയിന്റ് കാണാം, പോളി ലൈൻ ഉണ്ട്, ഒരു പോളിഗൺ ഉണ്ട്. റൈറ്റ്, അപ്പൊ നമ്മൾ ഇത് ആദ്യം ഇതിൽ ഏതാണ് വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ പോളിഗണിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, നമുക്ക് ഇത് ഏതാണ് ഇതിന്റെ പ്രൊജക്ഷൻ. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടി പോവുക. പ്രോപ്പർട്ടി പോയി കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടോ, സിംബോളജി ഒക്കെ നിങ്ങൾക്ക് അറിയാം. സോഴ്സ്, ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ, എക്സ്റ്റെൻഡ്, CRS എന്ന് വെച്ചാൽ കോർഡിനേറ്റ് റെഫറൻസ് സിസ്റ്റം, EPSG. ഇത് നമ്മൾ ആ കൃത്യമായിട്ട് പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതായത് ഈ ബഫറിംഗ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ വേണ്ട. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിലിപ്പോ നമുക്കറിയാം എങ്ങനെയാണ് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ലെയർ. അപ്പൊ നമ്മൾ ഷേപ്പ് ഫയർ ലെയർ വേണ്ട. ഇതില് നമ്മൾ എന്ത് ഫീച്ചർ ആണോ, അതായത് നമ്മൾ പോയിന്റ് ആണെങ്കിൽ പോയിന്റ് കൊടുത്തു. വേണ്ട, ഇതില് വേണ്ട 43N PSG
വേണ്ട, ഇവിടെ ശ്രദ്ധിക്കുക, ഈ പോയിന്റ് പോകുന്നത് ശ്രദ്ധിക്കുക. ഇതിങ്ങനെ ഈ ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക. പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എളുപ്പമാണ്, വളരെ ഈസിയാണ്. ഇത് പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനാണെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഒരു പോളിഗൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പോളിഗണിന് ചുറ്റുമാണ് നമ്മൾ ഒരു ബഫർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ പോളിഗൺ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എവിടെ ശ്രദ്ധിക്കുക, വെക്ടറിൽ ജിയോ പ്രോസസിംഗ് ടൂൾസ്, എവിടെ നോക്കുക, വെക്ടർ ജിയോ പ്രോസസിംഗ് ടൂൾസ് ഉണ്ട്, ബഫറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ 3 ലെയർ ആണ്. അപ്പൊ ഇവിടെ പോളിഗൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തുള്ള പോളിഗൺ ഇവിടെ ചൂസ് ആയിട്ടുണ്ട്, റൈറ്റ്. അപ്പൊ ഇവിടെ നോക്കുന്നത് 10 മീറ്റർ ബഫറാണ്. നമുക്ക് അതൊരു കാര്യം ചെയ്യാം, ഒരു 20 മീറ്ററിന്റെ ബഫർ ക്രിയേറ്റ് ചെയ്യാം. 20 മീറ്റേഴ്സോ കിലോമീറ്ററോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ മീറ്റേഴ്സ് കൊടുക്കുക, ബാക്കിയെല്ലാം ഡിഫാക്റ്റോ അങ്ങനെ തന്നെ വിടുക. ഞാനൊരു ടെമ്പററി ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട ഇവിടെ എന്താ പറയാ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ടു, ഇപ്പൊ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊടുക്കുക. ഞാൻ ഫോൾഡർ ഞാൻ അടുത്ത് പറഞ്ഞു വേണ്ട, ഞാൻ BSc പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൊടുക്കുക, നമുക്കിവിടെ സേവ് ചെയ്യാം. ഇപ്പൊ ഞാൻ തൽക്കാലം സേവ് ഒന്നും ചെയ്യണില്ല, ഒരു ടെമ്പററി ഫയലായിട്ട് ഇരിക്കട്ടെ, റൈറ്റ്. അപ്പൊ നമ്മള് ഇത് പോളിഗൺ ചൂസ് ചെയ്തു, ജസ്റ്റ് റൺ കൊടുക്കുക. അല്ല PC കണ്ടോ, ബഫർ വന്ന കണ്ടോ. അപ്പൊ നമ്മൾ ഈ ബഫർ സോണ് ഇതിൽ നിന്ന് പ്രോപ്പർട്ടി പോവുക, പ്രോപ്പർട്ടി പോയിട്ട് ഇത് സിംബോളജിയിൽ പോയിട്ട് ഇതൊന്ന് മാറ്റുക. ഇതാണ് അത് കൊടുക്കും, വേണ്ട 20 മീറ്ററിന്റെ ബഫർ കണ്ട, റൈറ്റ്. ബഫർ വന്നാണ്ട സിമ്പിൾ. ഇതൊരു ടെമ്പററി ലെയർ ആണ്, റൈറ്റ്. ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക, എല്ലാത്തിലും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്, റൈറ്റ്. ഇനി നമ്മള് ഇതില് ഇത് നമുക്ക് ഓഫ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ലൈൻ ബഫർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ലൈൻ നമുക്ക് ആദ്യം സൂം ചെയ്യാം, സൂം ടു ലെയർ കൊടുത്ത് നമ്മൾ എന്താണ് അഗൈൻ വെക്ടറിൽ പോകുന്നു, ജിയോ പ്രോസസിംഗ് ടൂൾസിൽ ബഫർ ഉണ്ട്. അതിൽ പോളി ലൈൻ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. പോളി ലൈൻ കൊടുക്കുന്നു, കൊടുത്തിട്ട് ഇത് ഇപ്പൊ നമുക്ക് എത്രയാണോ വേണ്ടത്, ഇത് മീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇതിൽ മീറ്റേഴ്സ് ഞാനിതിലൊരു 30 മീറ്ററിനെ കൊടുക്കുന്നു, 25 മീറ്റർ കൊടുക്കുക. 25 മീറ്ററിന്റെ ബഫർ ഇവിടെ ഞാൻ പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഇത് സേവ് ചെയ്യുക, നിങ്ങളൊക്കെ സേവ് ചെയ്യുക. അതുകൊണ്ട സേവ് ചെയ്യാതെ ഇവിടെ പോവുക, എവിടെയാണ് സേവ് ചെയ്യേണ്ടത് ഇവിടെ കൊടുക്കുക, സേവ് ഫയൽ ടു ഇവിടെ കൊടുത്തിട്ട് വേണ്ട ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിലിങ്ങനെ പോയി ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പേര് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പൊ ഞാനത് സേവ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന്റെ പർപ്പസ് ആയതുകൊണ്ട്. അപ്പൊ ഇത് പോളി ലൈനിൽ റൺ, നമുക്ക് ഇതിന്റെ ഈ ബഫർ പോളി ലൈനിന്റെ ബഫർ എന്ത് ചെയ്യാം, ഈ ബഫർ ഒന്ന് ഇതിന്റെ മുകളിലായിട്ട് വെക്കുക. നമുക്ക് ഇതിന്റെ ഒന്ന് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാം, റെഡ് കൊടുക്കാം അല്ലെ, വേണ്ട ലൈൻ ബഫർ. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ടോപ്പോ ഷീറ്റ് ജിയോ റെഫറൻസിങ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അതിൽ നിന്ന് ഡിഫറെന്റ് ഫീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ബഫർ ചെയ്യുക കേട്ടോ. വേണ്ട ബഫറിങ് സിമ്പിൾ ആണ്, റൈറ്റ്. ലൈൻ ബഫർ, ഓക്കെ ഗുഡ്. ലൈൻ ബഫറിങ് ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. പോയിന്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അഗൈൻ വെക്ടർ ജിയോ പ്രോസസിംഗ് ടൂൾസ് ബഫർ. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വേണ്ട പോയിന്റ് വന്നു, പോയിന്റ് കൊടുക്കുക. നമുക്കൊരു 40 ഒരു 40 മീറ്ററിന്റെ ബഫർ കൊടുക്കാം. 40 മീറ്ററിന്റെ ബഫർ
ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 40 എത്ര വേണേലും കൊടുക്കാം. മീറ്റർ ഉണ്ട്, കിലോമീറ്റേഴ്സ് ഉണ്ട്, അത് എത്ര വെച്ച് കൊടുക്കുക. പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യുക. നിങ്ങളൊക്കെ സേവ് ചെയ്യുക കേട്ടോ. Then run. Let me see. പോയിന്റ് നോക്കട്ടെ. വേണ്ട, ബഫർ വേണ്ട. ഇത് കാണാൻ കുറച്ച് ഇതാണ്. ഇതാണ് ഇതിന്റെ റിസൾട്ട്. ഇത് നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് കൊണ്ടുവരിക. റൈറ്റ്, വന്നിട്ടില്ല. വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കളർ ഒന്ന് മാറ്റാം. വേണ്ട, പോയിന്റ് ബഫർ. ഇതിൽ ഇത് വളരെ ഈസിയാണ്. ഇത് റിസൾട്ട് എപ്പോഴാണ് തെറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്ഷൻ ശ്രദ്ധിക്കണം. നമ്മൾ ഏത് ഫീച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ കോർഡിനേറ്റ് റെഫറൻസ് സിസ്റ്റം വളരെ കറക്റ്റ് ആയിരിക്കണം. വേണ്ട, ഞാൻ ഇതിൽ നിന്നാണ് ഫീച്ചർ ഇതാക്കി എടുത്തത്. നിങ്ങളാന്ന് നോക്കണം. നിങ്ങൾ ടോപ്പോ ഷീറ്റ് എടുക്കുക, ടോപ്പോ ഷീറ്റിൽ നിന്ന് ഫീച്ചർ ജനറേറ്റ് ചെയ്യുക. വേണ്ട, ബഫർ ഓരോന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്ത ബഫർ കാണാവുന്നതാണ്. പോളിഗൺ എവിടെ, പോളിഗൺ യെസ്, അവിടെ ക്ലിക്ക് ചെയ്യുക. വേണ്ട, പോളിഗൺ ബഫർ. റൈറ്റ്. അപ്പോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ശ്രദ്ധിക്കുക, ഇത് മറക്കാതിരിക്കുക. ഏത് വേണ്ട, ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. പ്രൊജക്ഷൻ നിർബന്ധമായിട്ടും ഓർക്കുക, പ്രൊജക്ഷൻ ഓർക്കുക. പിന്നെ എല്ലാം ഈസിയാണ്. വേണ്ട, നമ്മൾ ചെയ്ത ബഫർ നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, കൃത്യമായിട്ട് ഫോൾഡറിൽ സേവ് ചെയ്യുക. വേണ്ട, ഞാനിത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതില് വേണ്ട, ഞാൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. വേണ്ട, ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ എളുപ്പമാണ്, സംഗതി വളരെ എളുപ്പമാണ്. ബഫറിംഗ് ഒക്കെ വളരെ ഈസിയാണ്. ചെയ്തു നോക്കുക. ചെയ്തു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക. മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദിക്കുക കേട്ടോ. റൈറ്റ്, ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ ടോപ്പോ ഷീറ്റിൽ നിന്ന് ഫീച്ചേഴ്സ് ഡിജിറ്റൈസ് ചെയ്ത് വെക്ടറൈസ് ചെയ്ത് പോയിന്റ് ലൈൻ പോളിഗൺ ഡിജിറ്റൈസ് ചെയ്ത് വെക്ടറൈസ് ചെയ്ത് ലേഔട്ട് ചെയ്യണം. ജസ്റ്റ് വെക്ടർ ഇത് ചെയ്താൽ പോരാ, ബഫറിങ് ചെയ്താൽ പോരാ. വെക്ടറൈസ് ചെയ്ത് ബഫർ ചെയ്ത് ലേഔട്ട് ചെയ്യണം. ലേഔട്ട് ചെയ്ത ശേഷം മാത്രം കാണിക്കുക കേട്ടോ. ഈസിയാണ്. പോളിഗൺ ബഫർ, പോളിലൈൻ ബഫർ, ഉണ്ടോ, പോയിന്റ് ബഫർ. ഓക്കെ, so thank you for watching my video. Work progress here. Thank you.